ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. പിന്നെ നമുക്ക് ചെമ്മീൻ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചൊന്നാൽ ഫിഷ് ബിരിയാണി റെഡിയാക്കാന്ന്. അപ്പോൾ ഇതൊരു നൈറ്റ് ടൈമാണ്. അപ്പോൾ ഒരു 7 o'clock ആണ് ഇപ്പോൾ ടൈം. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെമ്മീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുക്കിങ്ങിലോട്ട് മാത്രം കടന്നാൽ മതി. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ചെമ്മീൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീനാണിത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് ചെമ്മീൻ നമ്മൾ തലയോടക്കനെ കേട്ടോ പൊരിക്കായിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യായിട്ടിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 വേവിലാണ് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ബിക്കോസ് നമ്മൾ ഇനി ദമ്മിടുമ്പോൾ പിന്നെയും ഒന്നുകൂടി കുക്കാവുമല്ലോ. അതുകൊണ്ട് ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി ഒന്നല്ല. എനിക്കറിയുന്ന രീതിയിലാണ് ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ലപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചെമ്മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസും ഒക്കെ. സബോളയും അതുപോലെ തക്കാളിയും പച്ചമുളകും എല്ലാം കുറേശ്ശാണ് യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരുപാട് ഇടുമ്പോൾ അതിൻ്റെ ഒരു ചൊയ വരും. അതുപോലെ നമ്മൾ ചെമ്മീൻ പൊരിച്ച സെയിം എണ്ണയിലോട്ടാണ് നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും സവോള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലപോലെ വഴറ്റി കിട്ടണം. അതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ചെമ്മീൻ പൊരിച്ച എണ്ണയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെമ്മീൻ്റെ മണവും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ഓയിൽ പോകുന്നുമില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ പച്ചമസാല അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളക്. എന്ത് ബിരിയാണി ഉണ്ടാക്കാൻ പോണു? ഫിഷ് ബിരിയാണി. സബോള നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവം നല്ല ഇഷ്ടമാണ്. ഈ പേസ്റ്റ് ചേർക്കുമ്പോഴുള്ള മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളി ആഡ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഇടുന്നത് അടുത്ത് പിന്നെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ചട്ടി നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ റൈസിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലിടുന്നത് ഈ ഗരം മസാലകളാണ്. പെരിഞ്ചീരകം, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് എന്നീ സാധനങ്ങളൊക്കെ ഇട്ട് പിന്നെ അതിലോട്ട് നമ്മൾ പച്ചമുളകും വേപ്പില ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുകപ്പട്ടയുടെ ഇലയാണ്. ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഒരു ഇരട്ടി പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മസാലകളാണ് ഈ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. ഇതൊക്കെ കുറേശ്ശെ ഇടുന്നുള്ളൂ. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണം കൂടുതലും മുങ്ങി നിൽക്കണ്ട എന്നുള്ളതുകൊണ്ട് കുറേശ്ശെയാണ് നമ്മൾ. നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തൈരാണ് കേട്ടോ. കേടാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്തൊരു കട്ടിയുള്ള തൈരാണ്. ഇത് ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് വല്ലാണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെമ്മീൻ്റെ തലയൊക്കെ പൊടിഞ്ഞു പോരുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ആ മസാലയിലൊന്ന് കവർ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അത് അതിൻ്റെ ടോപ്പിൽ നമ്മൾ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി ഇട്ട് അത് ഫിനിഷ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മൾ റൈസിന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ റൈസാണ്. ഇതൊരു ചെറുമണി അരിയാണ് ബിരിയാണി വെക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. അങ്ങനെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ദം ചെയ്യാനായിട്ട് മല്ലി, പുതിനയില അങ്ങനെ നമ്മളിങ്ങനെ ലെയർ ചെയ്തിട്ട് ആണ് ദം ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു പാർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഭയങ്കര കഴിവാണ് എനിക്ക് ഈ കാര്യത്തിൽ ദം ചെയ്യാനുള്ള കാര്യം. ഒരു 1/4 വേവിലാണ് നമ്മൾ ഇതിൽ റൈസ് എടുത്തിരിക്കുന്നത്. നമ്മളതിൻ്റെ ടോപ്പിൽ കുറച്ച് നെയ്യും കൂടെ കൊടുത്ത് പിന്നെ വീണ്ടും മല്ലിയില പുതിനയിലൊക്കെ ഇട്ട് പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ല രീതിക്ക് തന്നെ ദം ചെയ്തിട്ട് നമ്മൾ അടച്ച് വെക്കുന്നുണ്ട് കുറച്ച് സമയം. ഒരു 30 to 40 minutes വരെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി. അപ്പോൾ അയാൾക്ക് പ്രോൺസ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് കുറച്ചുള്ളതുകൊണ്ട് അവളുടെ മീൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചിട്ട് പുറത്ത് പോകാമെന്ന്. ഒരു 10 o'clock ഒക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചാവക്കാടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ചായൻകോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലായിരുന്നു പോയിരുന്നത്. എല്ലാവരും അവരവരുടെ കോഫിയും കാര്യങ്ങളൊക്കെ മേടിച്ച്. ഇവിടുത്തെ കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഫിയിൽ ഏലക്കായയുടെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ആൻഡ് കുറച്ച് നേരം അവിടെ സൊറ പറഞ്ഞിട്ടിരുന്ന് അത്യാവശ്യം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. ഇനി ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.